വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പേട്ടനാണ് ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ചെറിയൊരു പീസ് ക്യാരറ്റ്, ഒരു തക്കാളി, അരമുറി പീസ് ഇഞ്ചി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഈ വഴറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് ചീസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം 2 പീസ് ബ്രെഡ് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി അതിലേക്ക് നമുക്ക് ചീസ് കൂടി ഗ്രേറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഫൈനലി നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.